ബിസിയാണെന്ന് കരുതി ഹെൽത്ത് ഇഗ്നോർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ കഥ ഞാൻ പറയാം. എൻ്റെ ഒരു ക്ലയൻ്റായിരുന്നു. അദ്ദേഹം ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ടാർഗറ്റെല്ലാം അദ്ദേഹം അച്ചീവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിസി ലൈഫാണ് എങ്കിൽ കൂടിയും കാശുണ്ട്, ജോലിയുണ്ട്, ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട്. പക്ഷേ ഒരു ദിവസം വീട്ടിൽ നിന്നപ്പോൾ പെട്ടെന്ന് തലകറങ്ങി വീഴുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് സമയമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനെ നെഗ്ലക്റ്റ് ചെയ്ത് വിട്ടപ്പോൾ അന്ന് സമയമെടുത്ത് ആശുപത്രിയിൽ ചെന്നു. ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞ് ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കിയപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ അതിൻ്റെ ഹൈയിൽ നിൽക്കുകയാണ്. BP, കൊളസ്ട്രോൾ, അതുപോലെ ഡയബറ്റിക്, ഫാറ്റി ലിവർ, ഇതിൻ്റെ എല്ലാം ഓരോരോ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു ആൾ. അപ്പോൾ ബോഡി അദ്ദേഹത്തിനോട് പറഞ്ഞു ഇനി റെസ്റ്റ് എടുക്കുമെന്ന്. ഇത്രയും കാശ് സമ്പാദിച്ചിട്ടോ അല്ലെങ്കിൽ ഇത്രയും വർക്ക് ചെയ്ത് വെച്ചതുകൊണ്ടോ ടാർഗറ്റെല്ലാം അച്ചീവ് ചെയ്തിട്ടോ എന്തെങ്കിലും ഗുണമുണ്ടായോ? ആരോഗ്യമില്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് പ്രയോറിറ്റി നിങ്ങളുടെ ഹെൽത്തിനായിരിക്കണം. സെൽഫ് കെയർ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമാണ് നമുക്ക് പണം ഉണ്ടാക്കാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനും ലൈഫ് എൻജോയ് ചെയ്ത് പോകാനും ഒക്കെ പറ്റുള്ളൂ. നിങ്ങൾ എത്ര കാശുണ്ടാക്കിയാലും നിങ്ങളൊരു അസുഖക്കാരനായാൽ നിങ്ങളുടെ കുട്ടികളോടൊപ്പമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോടൊപ്പമോ നിങ്ങൾക്ക് അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റില്ല. കാരണം ഈ അസുഖം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിയുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് അവിടെ സ്ട്രെസ് ഒരു വില്ലനാവും. കാരണം ഈ അസുഖം കാരണം ഞാൻ എന്തെങ്കിലും ഓവറായിട്ട് എന്തെങ്കിലും ചെയ്താൽ എനിക്കിനി എന്ത് സംഭവിക്കും എന്ന് കരുതി പലയിടത്തുനിന്നും ഒഴിഞ്ഞു മാറും. നല്ല ഫുഡ് കാണുമ്പോൾ കഴിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ കഴിക്കാൻ പറ്റത്തില്ല. വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണെങ്കിൽ പോലും അതിനെ കഴിക്കാനായിട്ടൊരു പേടിയുണ്ടാവും. അപ്പോൾ എല്ലാം അവരുടെ മനസ്സിൽ വരുന്നത് അതെന്തെങ്കിലും ദോഷം സംഭവിക്കുമെന്നാണ്. പക്ഷേ ഈ ഒരു ചിന്ത ഈ അസുഖം വരുന്നതിന് മുമ്പേ ആലോചിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് പറ്റുമായിരുന്നു. എല്ലാവർക്കും സമയം ഇല്ല എന്നുള്ളതല്ല കാര്യം, നമ്മൾ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന നിമിഷം മുതൽ നമ്മളുടെ ഹെൽത്തിലേക്കുള്ള ആ ഒരു ചുവടുവെപ്പ് തുടങ്ങും. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. അതിൽ വേറെ ആര് വിചാരിച്ചാലും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്തിലേക്ക് എത്തിക്കാനോ പറ്റുള്ളൂ. അവർക്ക് വേണ്ടുന്ന അവെയർനെസ് കൊടുക്കാൻ പറ്റും. ഇപ്പം എനിക്കായാലും അതുപോലെ വേറെ ആർക്കായാലും ഏതെങ്കിലും അസുഖം വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ ചെയ്യേണ്ടുന്ന ആൾ അവരവർ തന്നെയാണ്. അപ്പോൾ അവരവർ തന്നെ തീരുമാനമെടുത്ത് അവരുടെ ഹെൽത്തിലേക്കുള്ള ആ ഒരു യാത്ര സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഇന്ന് വെക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹെൽത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളും ആരോഗ്യത്തിലേക്ക് എത്താനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. താങ്ക് യു.